ദിവ്യാത്മനയിലേക്ക് സ്വാഗതം. മാർച്ച് 8 നോമ്പൽ 4-ാം ഞായർ. ചിന്താവിഷയം: സകലരെയും ഉൾക്കൊള്ളുവാനുള്ള വിളി. കോൾ ടു ബി ഇൻക്ലൂസീവ്. ദൈവദാനമായ രക്ഷയുടെ നിസ്തുലത യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെട്ടു. മഹത്തായ സന്ദേശമാണ് പുതിയ നിയമം നൽകുന്നത്. തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന വാക്കുകളിൽ വർണ്ണനാതീതമായ രക്ഷയുടെ സാർവത്രികതയാണ് കാണുന്നത്. പലപ്പോഴും ജാതി, മത, വർഗ, വർണ്ണ വിവേചനങ്ങളുടെ മതിലുകളിൽ ദൈവിക രക്ഷയും ആത്മീയതയും തളച്ചിടുന്ന സാഹചര്യം ദൃശ്യമാണ്. ഇത്തരം മനോഭാവങ്ങളെ മാറ്റുന്നതിനുള്ള ആഹ്വാനമാണ് യേശു നൽകിയത്. പുതിയ നിയമത്തിന്റെ സാരസംഗ്രഹവുമിതാണ്. യേശുവിന്റെ ക്രൂശ് മരണം വേർതിരിവുകളുടെ നടിച്ചോർ ഇടിച്ചു കളഞ്ഞ് പുതിയ മാനവികത സൃഷ്ടിച്ചു. അതിമഹത്തായ ഈ സത്യമാണ് പുതിയ നിയമം വെളിപ്പെടുത്തുന്നത്. കർത്താവിന്റെ അരികിൽ വന്നവർക്ക് ഇത് ബോധ്യമായി. യാതൊരു വിവേചനവും കൂടാതെ ഏവരെയും ഉൾക്കൊള്ളുന്ന ആത്മീയതയാണ് യേശു പഠിപ്പിച്ചത്. ഇത് മതനിയമങ്ങളെ വെല്ലുവിളിക്കുന്നതും പുത്തൻ മാനവീയത ദൃശ്യമാക്കുന്നതുമായിരുന്നു. ഈ സത്യം മനസ്സിലാക്കിയ ഒരു വലിയ സമൂഹം രക്ഷകനിൽ അഭയം തേടി. അവരെ പൂർണ്ണമായി അംഗീകരിച്ച് സ്വീകരിക്കുന്ന യേശുവിനെയാണ് നാം കാണുന്നത്. ലോകം മനസ്സിലാക്കിയ പ്രസ്തുത സത്യത്തിന്റെ സുവാർത്ത പ്രഘോഷിക്കാനുള്ള ദൗത്യം കർത്താവ് സഭയെ പരികൽപ്പിച്ചിരിക്കുന്നു. ഭേദം കൂടാതെ ഏവരെയും ഉൾക്കൊള്ളാനുള്ള വിളി എന്ന ചിന്താവിഷയം ധ്യാനത്തിനും ചിന്തകൾക്കും വിഷയമാക്കുമ്പോൾ അതിനെ ആഴം കണ്ടെത്താൻ ശ്രമിക്കണം. ഇതിന്റെ വേദഭാഗങ്ങൾ അതിന് സഹായകരവും ക്രൂശിന്റെ ധ്യാനത്തിന് സജ്ജമാക്കുന്നതുമാണ്. 1-ാം പാഠഭാഗം യെശയ്യാവ് 56:1-8 വരെ. ദൈവം എല്ലാവർക്കും രക്ഷകനും ആശ്രയവുമാണെന്ന് പ്രവാചകൻ പറയുന്നു. സങ്കീർണമായ ആത്മീയത അവസാനിക്കുന്നതിനെ കുറിച്ചുള്ള യെശയ്യാവിന്റെ ദർശനം ശ്രദ്ധേയമാണ്. യഹോവയോട് ചേർന്നിട്ടുള്ള അന്യജാതിക്കാരൻ യഹോവ എന്നെ തന്റെ ജനത്തിൽ നിന്ന് അശേഷം വേർപെടുത്തുകയും എന്ന് പറയുന്നത്. എന്റെ ആയ സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ഈ ചിന്തകൾ ദൈവിക രക്ഷയുടെ വിശ്വദർശനമാണ് കാണുന്നത്. 2-ാം പാഠഭാഗം വെളിപ്പാട് പുസ്തകം 7:9-17 വരെ. യുഗാന്തത്തിൽ യാതൊരു ഭേദം കൂടാതെ ഏവരും ദൈവം മുമ്പിൽ നിൽക്കുന്നതിന്റെ ദർശനമാണ് വേദഭാഗം. രക്ഷ ദൈവത്തിന്റെ ദാനമെന്ന് അവർ പറയുന്നു. വേർപാടിന് നടിച്ചവർ ഇവിടെ ഇല്ലാതാകുന്നു. യേശു വെളിപ്പെടുത്തിയ ആത്മീക അനുഭവത്തിന്റെ ഉദ്യുതാത്മമായ ചിന്തയാണ് വെളിപാട് പുസ്തകം നൽകുന്നത്. ക്രിസ്ത്യ വിശ്വാസത്തിന്റെ സംഗ്രഹമായി ഇതിനെ കാണാം. ലേഖനഭാഗം ഗലാത്യർ 3:21-29 വരെ. വിശുദ്ധ സ്നാപനത്താൽ എല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നായി തീർന്നിരിക്കുന്നു. അപ്പോസ്തലിക ദർശനം ശ്രേഷ്ഠമാണ്. ഇതിൽ യഹൂദനും യവനനും ദാസനും സ്വതന്ത്രനും ആണും പെണ്ണും എന്ന വാക്കുകൾ വിപ്ലവകരമായ ദൈവശാസ്ത്ര ചിന്തയാണ്. ക്രിസ്ത്യ വിശ്വാസത്തെ നിസ്തുലമാക്കുന്ന അപ്പോസ്തലന്റെ വാക്കുകൾ എക്കാലവും പ്രസക്തമാണ്. സഭയുടെ പ്രവർത്തന സരണിക്ക് തിളങ്ങുന്ന മാതൃകയുമാണ്. സുവിശേഷ വേദഭാഗം വിശുദ്ധ മത്തായി 15:21-28 വരെ. യേശുക്രിസ്തുവിന്റെ ഐതിഹ്യ കാലഘട്ടത്തിലെ ഒരു സുപ്രധാന സംഭവമാണ് കനാന്യ സ്ത്രീയുടെ മകൾക്ക് സൗഖ്യം നൽകുന്ന ചരിത്രം. വിശുദ്ധ മർക്കോസ് ചില വ്യത്യാസങ്ങളോടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൗഖ്യദായക അനുഭവത്തിന്റെ വിവരണത്തോടൊപ്പം അസ്പൃശ്യർ എന്ന ഗതിയിലുള്ള യേശുവിന്റെ സമീപനവും അവർക്ക് നൽകുന്ന അനുഗ്രഹങ്ങളും ഇവിടെ വിവരിക്കുന്നു. കനാന്യർ ബലപ്പെട്ടവരും അവരുമാണ് യഹൂദർക്ക് നിഷിദ്ധവുമായിരുന്നു. അവരുമാരുടെ സംഭാഷണം പോലും അനുവദനീയമല്ലായിരുന്നു. ഇത്തരം സാഹചര്യത്തിലാണ് വേർതിരിവുകൾ കൂടാതെ സകലരെ ഉൾക്കൊള്ളുന്ന രക്ഷകനായ യേശുവിനെ ഇവിടെ കാണുന്നത്. മശിഹ യഹൂദന് മാത്രം അവകാശപ്പെട്ട അനുഗ്രഹമാണെന്ന സങ്കല്പത്തെ കർത്താവ് പൂർണ്ണമായി തിരിച്ചു. യേശുവിന്റെ ശുശ്രൂഷ വിജാതിയുടെ മധ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഭാഗമായും ഈ വൃത്താന്തം ആലേഖനം ചെയ്യുന്നു. അനേക സവിശേഷതകൾ ഇതിൽ ദൃശ്യമാണ്. കർത്താവ് സൗഖ്യം നൽകുന്ന സന്ദർഭങ്ങളിൽ തന്റെ അരികിൽ വരുന്ന രോഗികളോടും അവരുമായി വരുന്നവരോട് പലപ്പോഴും സംഭാഷണം നടത്തുന്നതായി കാണുന്നില്ല. എന്നാൽ കനാന്യ സ്ത്രീയുമായി അർത്ഥപൂർണവും ഹൃദയവുമായ സംവാദം നടത്തുന്നു. ഇത് ദൈവശാസ്ത്രപരമായി ആഴമുള്ളതും വിശ്വാസ ജീവിതത്തിന് ശക്തി പ്രദാനം ചെയ്യുന്നതുമാണ്.
അവൾ യേശുവിന്റെ വാക്കുകൾക്ക് നൽകുന്ന മറുപടിയും ആരെയും അതിശയിപ്പിക്കുന്നതാണ്. കോടതിയിൽ നടത്തുന്ന പ്രതിവാദങ്ങൾക്ക് സമമായി ഇതിനെ കാണാം. ദൈവത്തെക്കുറിച്ചുള്ള അവളുടെ ധാരണകളുടെ ഉത്തരം യേശു കണ്ടെത്തി എന്ന് കരുതാം. അതിനാലാണ് സങ്കോചം കൂടാതെ അവൾ യേശുവിനോട് സംഭാഷിക്കുന്നത്. യഹൂദ നിയമത്തിൽ പരസ്യമായ ഒരു സ്ത്രീ ഇപ്രകാരം പുരുഷന്മാർ ആത്മീയ വിഷയങ്ങൾ സംസാരിക്കാൻ അനുവാദമില്ലായിരുന്നു. ഇപ്രകാരം തെറ്റായ നിയമങ്ങളെ കനാന്യ സ്ത്രീ ലംഘിക്കുവാൻ ഭയപ്പെട്ടത് യേശുവിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചതിനാലാണ്. കർത്താവ് യാതൊരു വൈമനസ്യവും പ്രകടമാക്കാതെ ഈ സംഭാഷണത്തിൽ പങ്കുചേരുന്നു. സകലനെ ഉൾക്കൊള്ളുന്ന യേശുവിന്റെ അത്യുദാത്തമായ മനോഭാവമാണ് ഇവിടെ കാണുന്നത്. കനാന്യ സ്ത്രീ തിരുവചന വായനക്കാരുടെ മുമ്പിൽ എപ്പോഴും തിളങ്ങുന്ന കഥാപാത്രമായി നിലകൊള്ളുന്നു. ഇവിടെ കാണുന്ന 3 ചിന്തകൾ ശ്രദ്ധേയമാണ്. കനാന്യ സ്ത്രീയുടെ അനിതര വിശ്വാസം. യഹൂദർ അല്ലാത്തവർ പാർക്കുന്ന സ്ഥലത്ത് കർത്താവ് തന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുമ്പോൾ ആദ്യം നടത്തുന്ന അത്ഭുതമാണ് കനാന്യ സ്ത്രീയുടെ മകൾക്ക് നൽകുന്ന സൗഖ്യം. യേശുവിന്റെ കാരുണ്യവും ദിവ്യത്വവും അവൾ വ്യക്തമായി മനസ്സിലാക്കി. അതിനാലാണ് ആർദ്രതയുടെ ആഗ്രഹവുമായ രക്ഷകന്റെ അരികിൽ ധൈര്യസമേതം എത്തുന്നത്. അവരുടെ വാക്കുകളും പ്രതികരണങ്ങളും കർത്താവിനെ കുറിച്ചുള്ള അറിവിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ്. സകല പ്രതീക്ഷകളുടെയും അനുഗ്രഹത്തിന്റെയും പ്രതീകമായി യേശുവിനെ കാണുന്നു. ധൈര്യത്തോടെ യേശുവിനോട് അപേക്ഷിക്കുന്നു. ഇത് കേൾവിക്കാരെ അക്ഷരാർത്ഥത്തിൽ സ്തബ്ധരാക്കുവാൻ പര്യാപ്തമായിരുന്നു. കാരണം അവൾ സുറാഫൈനീക്യ ജാതിയിലുള്ള യവനസ്ത്രീയായിരുന്നു. അന്നത്തെ യഹൂദ നിയമത്തിൽ അവൾ അസ്പൃശ്യായിരുന്നു. അവളുടെ അപേക്ഷ യേശുവിനുള്ള വിശ്വാസത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്നു. ദൈവിക അനുഗ്രഹങ്ങൾക്ക് അവളും അർഹയാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് കർത്താവിന്റെ കീഴിൽ നിൽക്കുന്നത്. അനുഗ്രഹങ്ങൾ യഹൂദന്റെ മാത്രം അവകാശം എന്ന ധാരണകളെ ഈ സംഭവം തിരുത്തുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 6 പ്രാവശ്യം ദാവീദ് പുത്രൻ എന്ന സംബോധന കാണുന്നു. അവയിലെ യഹൂദ മനോഭാവങ്ങളെ വെല്ലുവിളിക്കുന്നതാണ്. 2 കുരുടന്മാർ, പുരുഷാരം, കനാന്യ സ്ത്രീ, 2 കുരുടന്മാർ, പുരുഷാരം, ബാലന്മാർ. ഇവരെല്ലാവരും യേശുവിനെ ദാവീദ് പുത്രൻ എന്ന് സംബോധന ചെയ്തവരാണ്. അറിയേണ്ടവർ സത്യം തിരിച്ചറിഞ്ഞില്ല എന്ന വസ്തുത ഇവരുടെ അപേക്ഷകൾ ഏർപ്പെടുത്തുമ്പോൾ അർത്ഥമാക്കുന്നു. സുരഫൈനീക്യ സ്ത്രീ ഒരു സത്യാന്വേഷിയായിരുന്നു. അതിനാലാണ് യേശുവിൽ വലിയ പ്രതീക്ഷ കണ്ടെത്തിയത്. ഇത് പെട്ടെന്നുണ്ടായ വൈകാരിക പ്രതികരണമല്ലായിരുന്നു. കനാന്യ ആരാധനയും അവരുടെ ദൈവങ്ങളും സംതൃപ്തി നൽകിയില്ല. രൂപഭാവങ്ങളിൽ യഹൂദനായ യേശുവിൽ നിന്ന് എന്ത് പ്രതികരണം ഉണ്ടാകുമെന്ന് ചിന്തിക്കാതെ ആരുടെയും സഹായം കൂടാതെ അവൾ കർത്താവിന്റെ സവിധത്തിൽ എത്തുന്നു. ഏവർക്കും സമീപിക്കാവുന്ന രക്ഷകനായ യേശുവിനെ മനസ്സിലാക്കി. ഇതാണ് വലിയ സാഹസത്തിന് അവളെ പ്രേരിപ്പിച്ചത്. അരികിലെത്തുന്നവരുടെ യോഗ്യത നോക്കാതെ അവർക്ക് അഭയം നൽകുന്നവനാണ് യേശു എന്ന വാർത്ത അവൾ പൂർണ്ണമായി വിശ്വസിച്ച് സങ്കോചം കൂടാതെ കർത്താവിന്റെ സന്നിധിയിൽ എത്തുന്നു. ശിഷ്യന്മാർ ഇത്ര വലിയ വിശ്വാസം പ്രകടമാക്കുമായി കാണുന്നില്ല. ഈ ആശയം മർക്കോസ് അർത്ഥമാക്കുന്നുണ്ട്. കനാന്യ സ്ത്രീയെ ഉത്കൃതമായ വിശ്വാസത്തിന്റെ ശ്രേഷ്ഠതയുടെ മാതൃകയായി കാണാവുന്നതാണ്. യഹൂദ സമൂഹത്തിന് പുറത്തും ധീരമായ വിശ്വാസം യാഥാർത്ഥ്യമാണ്. അതിനെ യേശു അംഗീകരിക്കുന്നു. ഈ സത്യവും ഇവിടെ ഉദ്ഘോഷിക്കുന്നു. നമ്മുടെ പരിവർത്തനങ്ങളും ആശങ്കകളുമായി എടുത്തുവരാൻ സാധിക്കുന്ന ഏക സ്ഥാനം ക്രിസ്തു സവിധമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, കരുണ ലഭിക്കാനും തത്സമയത്ത് സഹായത്തിൽ അകൃത പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. 4:14. എത്ര അനുഗ്രഹീതമായ ഉറപ്പാണ് ഇവിടെ ദൃശ്യമാകുന്നത്. രണ്ടാമതായി കനാന്യ സ്ത്രീയുടെ നിശ്ചയദാർഢ്യം. കനാന്യ സ്ത്രീ ആഹ്ലാദികളുമായി യേശുവിന്റെ അരികിൽ വരുമ്പോൾ കർത്താവിന്റെ പ്രതികരണം ആശാവഹമായിരുന്നില്ല. പ്രതീക്ഷകൾ വീണുടയുന്നത് പോലെ തോന്നും. ആരും പതറിപ്പോകാവുന്ന സാഹചര്യം. യേശുവിന്റെ മറുപടികൾ ആരിലും ആശ്ചര്യം ഉളവാക്കുന്നതായിരുന്നു. എന്നാൽ അവൾ ധീരതയോടെ യേശുവിന്റെ മുമ്പിൽ നിന്ന് കർത്താവിന്റെ കൃപ എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്ന വാദം അവൾ ഒരു അഭിഭാഷകരെ പോലെ ഉയർത്തുന്നു. ദൈവം മുമ്പിലെ തുല്യ പദവിയുടെ ആവിഷ്കാരമായതിനെ കാണാം. കനാന്യ സ്ത്രീയിൽ വിശ്വാസം അനുനിമിഷം വർദ്ധിക്കുന്നു. യേശുവിനെ കുറിച്ചുള്ള ധാരണകൾ വർണ്ണാഭമാവുന്നു. കർത്താവിനെ കൂടുതലായി മനസ്സിലാക്കാൻ ഈ അനുഭവങ്ങൾ കാരണമായി.
കനാന്യസ്ത്രീയുടെ അപേക്ഷകൾക്ക് പെട്ടെന്ന് മറുപടി ലഭിച്ചിരുന്നെങ്കിൽ അവിടെ നിന്ന് ഇപ്രകാരമുള്ള ക്രിയാത്മക പ്രതികരണങ്ങളും ധീരമായ വിശ്വാസ പ്രഖ്യാപനവും ഉണ്ടാകില്ലായിരുന്നു. ഈ വിജാതീയസ്ത്രീയുടെ വാക്കുകൾ ക്രിസ്തീയ ദൈവശാസ്ത്രത്തിന്റെ ശക്തമായ വെളിപ്പെടുത്തലുകളാണ്. ഉടയവരുടെ മേശയിൽ നിന്നുള്ള അവകാശം, യേശുവിന്റെ അരികിൽ വരാനുള്ള പദവി തുടങ്ങിയ അവകാശവാദങ്ങളിൽ പുതിയ നിയമചിന്തകളുടെ വർണ്ണപ്രപഞ്ചമാണ് കാണുന്നത്. ഈ സംഭവം രേഖപ്പെടുത്തുന്ന വിശുദ്ധ മത്തായിയും മർക്കോസും ദൈവശാസ്ത്രപരമായ ഇത്തരം സവിശേഷതകൾ അർത്ഥമാക്കിയിരുന്നു. എക്കാലവും സഭയുടെ സമീപനം ഇപ്രകാരമാണ്. കർത്താവിനെ വ്യക്തിപരമായി നാം അറിയുന്നു. അവരുടെ വിശ്വാസവനെക്കുറിച്ചുള്ള ചിന്തകളും നിശബ്ദമായി സൂക്ഷിക്കാതെ നമ്മുടെ പ്രഖ്യാപനങ്ങളായി മാറണം. ഇങ്ങനെ ക്രിസ്ത്യ വിശ്വാസം ലോകത്തിന് പ്രസക്തമാണ്. അനന്തരമായ വിശ്വാസത്താൽ ദൈവത്തിലേക്ക് അടുത്തു വരുന്ന അനുഭവമാണ് ക്രിസ്ത്യത. അതിനാൽ ക്രിസ്തുവാദാമികൾ നമുക്ക് മാറ്റമില്ലാത്ത ആശയമാകട്ടെ. മൂന്നാമതായി പ്രതിഫലം ലഭിക്കുന്ന വിശ്വാസം. അമ്പരന്ന് പോകാവുന്ന സാഹചര്യത്തെ അഭിമുഖിച്ചിട്ടും യേശു തമ്മിൽ കനാന്യസ്ത്രീ ഉറച്ചു നിന്നു. കർത്താവിലുള്ള അവളുടെ കറപിറന്ന വിശ്വാസമാണ് അതിനെ പ്രാപ്തമാക്കുന്നത്. മകളുടെ സൗഖ്യം അത്യധികമായി ആഗ്രഹിച്ചതിനാൽ ആടി വലിയാവുന്ന ജീവിത പ്രകടന യേശുവിന് മുമ്പിൽ വിശ്വാസമാകുന്ന നങ്കൂരത്താൽ അവൾ ഉറപ്പോടെ നിർത്തി. യേശുവിൽ ശാശ്വതമായ അത്താണി കണ്ടെത്തി. കർത്താവിന്റെ മൗനവും പ്രതികരണവും വിശ്വാസം ശക്തിപ്പെടുത്താനുള്ള അവസരങ്ങളാക്കി തീർത്തു. യേശുവിനെ കുറിച്ചുള്ള അറിവുകൾ കനാന്യസ്ത്രീയിൽ പുതിയ ചിന്താധാരകൾക്ക് ഇട നൽകി. മാത്രമല്ല, മാതൃസ്നേഹത്തിന്റെ ആഴം അധികമാണെന്ന് ഈ സംഭവത്തിലൂടെ നാം മനസ്സിലാക്കാം. കർത്താവിന്റെ മുമ്പിൽ കനാന്യസ്ത്രീ സങ്കടം പകർന്നപ്പോൾ വിദൂരതയിൽ ഭവനത്തിലായിരുന്ന മകൾ സൗഖ്യം പ്രാപിച്ചു. കർത്താവിന്റെ ദിവ്യമായ പ്രവർത്തനങ്ങളും അത്ഭുതങ്ങളും നമ്മുടെ വിശ്വാസത്താൽ സംഭവിക്കുമ്പോൾ അത് യുക്തിക്കും ബുദ്ധിക്കും അതീതമാണെന്ന സത്യം ഇവിടെ കാണുന്നു. ആത്മാർത്ഥമായി തന്നെ വിളിച്ചുപേക്ഷിക്കുന്ന ഏവർക്കും എവിടെയും കർത്താവ് അനുഗ്രഹദായകനും നന്മകൾ പ്രദാനം ചെയ്യുന്നതിനുമാണ്. യേശുവിന്റെ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഇതുപോലെ ഒരു അംഗീകാരം സ്ത്രീക്ക്, പ്രത്യേകിച്ച് വിജാതീയ സ്ത്രീക്ക് ലഭിക്കുന്നത് അത്യന്തം ശ്രദ്ധേയമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ കനാന്യസ്ത്രീയോട് സ്ത്രീയുടെ വിശ്വാസം നൽകരുതെന്ന് യേശു പറയുന്നു. ഇവിടെയാണ് യേശുവിന്റെ അകവൃത്തത്തിലെ ശിഷ്യനായ പത്രോസിന്റെ അവിശ്വാസത്തെ നാം കാണേണ്ടത്. നിങ്ങൾ പറയുന്ന മനുഷ്യനെ അറിയുന്നില്ല എന്ന് അവൻ പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. വിശ്വാസത്തിന്റെ വൈരുദ്ധ്യമാണ് ഇതിൽ കാണുന്നത്. വിലയേറിയ പ്രതിഫലമുള്ളതാണ് നമ്മുടെ വിശ്വാസം. അത് മനസ്സിലാക്കി ആത്മീയ ജീവിതം ശക്തിപ്പെടുത്തണം. കനാന്യസ്ത്രീക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ ചരിത്രം ക്രിസ്ത്യ വിശ്വാസത്തിന്റെ വെളിപ്പെടുത്തുന്ന ദൈവശാസ്ത്രത്തിന്റെ പ്രാധാന്യം എടുത്ത് കാട്ടുന്നതാണ്. യാതൊരു മുൻവിധിയിലും കൂടാതെ കനാന്യസ്ത്രീയുമായി ഈ ശ്വാസങ്ങൾ പങ്കിടുന്നു. ദൈവിക രക്ഷയും നന്മകളും സകല മാനവജാതിക്കും അവകാശപ്പെട്ടതും ഏവർക്കായും തുറക്കപ്പെട്ടതുമാണ് സത്യത്തിന്റെ വെളിപ്പെടുത്തലാണ് ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നത്. ഈ പരമാർത്ഥത്തിന്റെ വാതായനങ്ങൾ യേശു വിശാലമായി തുറന്നിരിക്കുന്നു. അത് സുവാർത്തയെ ഉദ്ഘോഷിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. നോമ്പിന്റെ നാളുകളിൽ ദൈവം നമ്മെ അതിനെ സഹായിക്കട്ടെ. ഒരു വീട്ടിൽ സ്ഥാനം ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. എല്ലാവർക്കും സ്ഥാനമുള്ള യേശുവിന്റെ സന്നിധിയെക്കുറിച്ചാണ് ഈ ഗാനം. യേശുവിൻ മുന്നിൽ നാം എല്ലാവരും ഒന്നത്രേ, നാം ഒന്നത്രേ. മുഖപക്ഷമില്ലാതെ ഉള്ളത്തെ നോക്കും സ്നേഹമായ യേശുവിൻ മുന്നിൽ നാം ഒന്നത്രേ, നാം ഒന്നത്രേ. വെളുത്തവനെന്നോ കറുത്തവനെന്നോ ഇല്ല യാതൊരു ഭേദവുമേ. നാം ഒന്നത്രേ, നാം ഒന്നത്രേ. കുബേരനെന്നോ കുചേരനെന്നോ ഇല്ല യാതൊരു ഭേദവുമേ. നാം ഒന്നത്രേ, നാം ഒന്നത്രേ. പണ്ഡിതനായാലും പാമരനായാലും ഒരുപോലെ യേശുവിൻ മുമ്പിൽ നാം ഒന്നത്രേ, നാം ഒന്നത്രേ. ഈ ദിവ്യമായ സന്ദേശമാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് നമ്മുടെ ചിന്തകളെ അനുഗ്രഹമാക്കട്ടെ. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.